ഹായ്, ഇന്ന് വനിതാ ദിനമാണല്ലോ. വനിതകളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു വിജയഗാഥയ്ക്ക് പിന്നിലും, ഓരോ വീടിനും, ചരിത്രത്തിൻ്റെ ഓരോ മാറ്റത്തിനും പിന്നിൽ ഒരു വനിതയുണ്ട്. നമ്മൾ ഇവരുടെ ശക്തി എന്നെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അമ്മയും സഹോദരിയും മകളും ഭാര്യയും മാത്രമല്ല, സമൂഹത്തിൻ്റെ ഒരു നെടും തൂണാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടാതെ അവൾ ദയയോടും ശക്തിയോടും കൂടി ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നു, നയിക്കുന്നു, അവരെ പുതുക്കുന്നു. അതുപോലെ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവയെ തരണം ചെയ്യുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവളുടെ ശക്തി തിരിച്ചറിയാനും മൂല്യങ്ങൾ അവകാശപ്പെടാനും അവളുടെ അധികാരത്തിലേക്ക് നടന്നെടുക്കാനും ഇപ്പോഴും അവൾ പാടുപെടുകയാണ്. ഈ വീഡിയോയിലെ സ്ത്രീയുടെ തകർക്കാനാകാത്ത 5 പ്രത്യേക ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അവരുടെ റെസിലിയൻസ് ആണ്, പ്രതിരോധശേഷി. അതായത് ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്ത് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള അവരുടെ കഴിവ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ അവരുടെ എമ്പതിയാണ്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും ദയയോടുകൂടി അവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. മൂന്നാമത്തത് കറേജാണ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ തല്ലി തകർത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കഴിവ്. നാലാമത്തത് അവരൊരു മൾട്ടി ടാസ്കിങ് ജീനിയസ് ആണ്. സ്ത്രീക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു സംഗതിയാണിത്, ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീക്ക് വീട്ടിലെ ജോലിയും കുഞ്ഞുങ്ങളെ നോക്കലും ഓഫീസിലെ ജോലിയും ഒക്കെ ഒരേ സമയം വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കൂടാതെ ഇവർ ഒരു വിഷണറി തിങ്കർ കൂടിയാണ്. അതായത് പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കാനും നവീകരിക്കാനുമുള്ള അവരുടെ കഴിവ് വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ന് നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യം കൂടി പറയാതെ നിവൃത്തിയില്ല. ഇന്ന് ഞാനൊരു പെൻഷനേഴ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടി പോയിരുന്നു. ആ സമയത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ പേരക്കുട്ടി പറഞ്ഞു വെച്ച കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചു. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ കാര്യമൊന്നും പറയുന്നില്ല. 1-2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ, പെണ്ണായാലും ആണായാലും, വളരെയധികം ഇമ്പൾസീവായിട്ടാണ് ആക്ഷൻ എടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ അവരുടെ ജീവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ട്. അവർ ഒരു ഫാസ്റ്റ് ഫുഡ് വേണം എന്നിപ്പോൾ പറയുകയാണ്, ഉടനെ തന്നെ മൊബൈൽ എടുക്കുക, ഓർഡർ ചെയ്യുക. അതായത് മുമ്പൊക്കെ നമുക്കൊരു ഫുഡ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്ന് അത് വീട്ടിലുണ്ടാക്കാനൊരു സാവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു സാവകാശം മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നിനും സാവകാശത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഓർഡർ ചെയ്യാൻ ഒരു മൊബൈൽ മാത്രം മതി, എല്ലാ സാധനവും അതെ. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തെയും ഇങ്ങനെ തന്നെ കാണുന്നത്. എന്താഗ്രഹിക്കുന്നുവോ അത് അപ്പം തന്നെ നേടണം. അവർ ഉദ്ദേശിച്ചൊരു കാര്യം നടക്കുന്നില്ലെങ്കിൽ പിന്നീട് വരും വരായ്മകളെ കുറിച്ച് ചിന്തിക്കാതെ അപ്പം അങ്ങ് തീരുമാനം എടുക്കും. അത് ഇപ്പോൾ ഡിവോഴ്സൊക്കെ കൂടുന്നതിലൊക്കെ ഈ ഒരു ടെൻഡൻസി കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണം ഈ യുഗത്തിൻ്റെ ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും ടെക് ലോകത്തിൻ്റെ സ്വാധീനമൊക്കെയാണ്
എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ മുൻ കാലഘട്ടത്തിലെ സ്ത്രീകൾ കുറേ കാര്യങ്ങളൊക്കെ സഹിച്ചിരുന്നു. ഇപ്പോൾ അവർ സഹിക്കാൻ തയ്യാറില്ല. എന്നാൽ ഈ പുതിയ ജനറേഷന് കുറേ ഗുണങ്ങളുണ്ട്. അവർ ഏത് ചലഞ്ചസും ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവരുടെ മനസ്സിലുള്ളത് അവർ തുറന്നു പറയാൻ തയ്യാറാണ്. അതൊക്കെ അവരുടെ കുറേ ക്വാളിറ്റീസാണ്. എന്നാൽ മുൻ തലമുറയാണെങ്കിലോ സ്ത്രീ എന്ന് പറയുന്നത് അവനവന് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പറയണമെങ്കിൽ സെൽഫ് ലവ് ഒട്ടും ഇല്ല എന്ന് പറയാം. ഒരു സ്ത്രീക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ സെൽഫ് ലവ് അത്യാവശ്യമാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വയത്തെ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. ഓരോ സ്ത്രീയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി, എന്നെ പരിചരിക്കാൻ വേണ്ടി എത്ര സമയം ഒരു ദിവസം ചെലവഴിക്കുന്നു. ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതായത് സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ എക്സസൈസ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെ സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കാനൊക്കെ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കൽ അത്യാവശ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം ഭാരം തരുന്ന, മെൻ്റൽ ബാരിയേഴ്സ് കുറേ തരുന്ന, ബേർഡൻസ് കുറേ തരുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാന്നുള്ളതാണ് മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടി വേണ്ടത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും നമ്മളുടെ ശരിയായ ശക്തി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇങ്ങനെ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് അത് സമൂഹത്തിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു വനിതാ ദിനം, നല്ലൊരു വനിതാ ദിനം ആശംസകൾ അറിയിക്കുന്നു. ഒരു ദിനം മാത്രം പോരാ, ശരിക്കും ഓരോ ദിവസവും, ഒരു ദിവസം മാത്രം പോരാ, ഓരോ ദിവസവും വനിതകളെ ആദരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ സ്വാധീനിച്ച ഒരു വനിത ഉണ്ടായിരിക്കും. അവരുടെ പേരൊന്ന് കമൻറ്റിൽ എഴുതാമോ? എന്നെ സ്വാധീനിച്ച ഒരു വനിതയാണ് ഓപ്ര വിൻഫ്രേ. അവർ ഒരു ആക്ട്രസ്സാണ്, അതോടൊപ്പം പ്രൊഡ്യൂസറാണ്, അതോടൊപ്പം തന്നെ ഒരു ഓതറും കൂടിയാണ്. ധാരാളം ബുക്ക് എഴുതിയിട്ടുണ്ട്. നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ജീവിച്ചത് വളരെ താഴ്ന്ന ലെവലിലായിരുന്നു. വളരെ താഴെ നിന്ന് ഇത്രയും ഉയർന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഒരു വ്യക്തിയാണ് ഓപ്ര വിൻഫ്രേ. അവരോട് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ഇത്രയും ഉയർന്ന സ്ഥാനത്തെത്തിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ബഹുമാനം അവരോട് വളരെയധികം ഞാൻ സ്നേഹിക്കുന്നത്. അതേപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ഈ വനിതാ ദിനത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുക, നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നു മുതൽ ചെയ്യാൻ തുടങ്ങുമെന്ന്. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അംഗമാവാം. അതിനുവേണ്ടി വീഡിയോൻ്റെ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.